രാജ്യതലസ്ഥാനത്തേക്ക് പോവുകയാണ്. ഷമ്മി പ്രഭാകർ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷമ്മി, അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ആരംഭിച്ച് 35-ാം ദിവസമുള്ള രാജിയിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണുള്ളത്. എന്തായാലും ഈ ഒരു വിജയം അത് ചരിത്രത്തിന്റെ ഏടുകളിൽ നിർണായക ഒരു രേഖയായി തന്നെ എഴുതപ്പെടും. തീർച്ചയായും ആര്യ, ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വലിയ സമരമാണിന്ന് അതായത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഒക്കെ തന്നെ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്ന സമയത്താണ് ഈ സമരം ഉയർന്നു വരുന്നത്. CJP എന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ അതിനൊരു നിമിത്തമായെങ്കിലും ഈ നാട് മുഴുവൻ, ഈ ജനത മുഴുവൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരോഗമനപരമായി ചിന്തിക്കുന്നവർ, ഈവൻ BJPയുടെ നേതാക്കന്മാരുടെ മക്കളടക്കം ഈ സമരത്തിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ്. അതായത് ഈ നാടിൻ്റെ ഭാവിയെ സംബന്ധിച്ച് തീർത്തും നല്ല ബോധ്യമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയാൽ ഏത് അഹങ്കാരമുള്ള ഭരണകൂടവും, താൻ പ്രമാണിത്വം കാണിക്കുന്ന ഭരണകൂടവും, ധാർഷ്ട്യമുള്ള ഭരണകൂടവും നിലത്ത് പോകും എന്ന സൂചന തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, ഈ സമരം തുടങ്ങുന്ന കാലഘട്ടം മുതൽ, അതായത് ജൂൺ മാസം 6-ാം തീയതി സമരം തുടങ്ങുമ്പോൾ ജന്തർ മന്ദറിൽ ഈ സമരത്തിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന് ദില്ലി പോലീസ് വന്ന് ഈ CJPയുടെ നേതാക്കന്മാരെ അറിയിക്കുന്നിടത്തു നിന്നാണ് ഈ സമരം തുടങ്ങുന്നത്. നിങ്ങളുടെ ഒരു അനുമതി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ നാട്ടിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാൻ, സമാധാനപരമായി സമരം ചെയ്യാൻ, മുദ്രാവാക്യം വിളിക്കാൻ, തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ, സർക്കാരിനോട് ഇന്ന ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥി കൂട്ടായ്മ ഈ സമരത്തിലേക്ക് ചാടി ഇറങ്ങിയത്. അവരുന്നയിച്ച എല്ലാ മുദ്രാവാക്യങ്ങളും, അവരുന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന BJP ഭരണകൂടം എത്തി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാ സംവിധാനങ്ങളിലും ഞങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. നിങ്ങൾ പ്രതിഷേധിച്ചാൽ, ഇപ്പോൾ കർഷകരുടെ ഒക്കെ സമരം നമ്മൾ കണ്ടതാണ്. രാജ്യത്ത് വലിയ തോതിൽ കർഷക സമരം ഉയർന്നു വന്നു. ആ സമരത്തിൻ്റെ ആവശ്യങ്ങളോട് അവർ കീഴടങ്ങിയെങ്കിൽ പോലും പിന്നീട് അവർ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വന്നു. പക്ഷേ വിദ്യാർത്ഥി സമരം, ആ സമരത്തെ പൂർണ്ണമായും അംഗീകരിക്കാൻ, അതിനുവേണ്ടി ആ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റി ഒക്കെ മാറ്റിവെച്ചാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടി വന്നു. കാരണം ദില്ലിയിൽ തുടങ്ങിയ സമരം പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തീ പോലെ വ്യാപിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വന്നു. ബീഹാറിൽ അതിശക്തമായ സമരം നടക്കുന്നു. മഹാരാഷ്ട്രയിൽ, ഗോവയിൽ, കർണാടകയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ സമരം, ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളും മനുഷ്യരുമാണ് പങ്കെടുത്തത്. ഇത് രാജ്യം മുഴുവൻ വ്യാപിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു സമരം പിൻവലിക്കുന്ന സമരത്തെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക്, ആത്മഹത്യ ചെയ്ത 22 വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാവുന്ന വാഗ്ദാനത്തിലേക്ക്, കേസെടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് ഭയന്നിട്ടാണ്. ഈ വിദ്യാർത്ഥി കൂട്ടായ്മയെ ഭയന്നിട്ട് തന്നെയാണ്. നമ്മളോടൊപ്പം ഇവിടെ ഈ സമരത്തിൻ്റെ ഭാഗമായി നിന്ന നിരവധി വിദ്യാർത്ഥികൾ ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി നിന്നവരാണ് നിങ്ങൾ. ഈ ഒരു സമരത്തിന് ഒരു ജെനുവിൻ കോസ് ഉണ്ട്. ഇത് ന്യായമായ ആവശ്യമാണ്. ഇവരുടെ തിട്ടൂരത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്ന തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം എത്തി. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ഈ വലിയ സമരത്തെ നിങ്ങൾ കാണുന്നത്? ഹൗ ഡു യു സീ ദിസ് agitation, this strike? You had won the strike and he had resigned from the education minister post, and also last day we see the prime minister is speaking to the new gen by Insta. All these things giving us a positive signal. How do you feel now? The way we see it is that now the government is also scared of the power of students, the power of youth who have come on the ground, who have come on the streets and have been protesting since day one. We from SFI also have been there since day one. We have been leading protests all over the country and outside of country as well. Over 1,000 protests we did. More than 1,000 of our activists have gotten arrested and detained, and all of it is paying off now with Dharmendra Pradhan's resignation and with Modi getting scared to lose power, to lose BJP is getting scared to lose power, RSS getting scared to lose power to students. So we are very, very, very happy. We are also rejoicing it, but the fight does not stop here with one resignation. We had seen a support from the mass of the nation. People are coming across to Jantar Mandar, giving food, giving medical aid and like that. You see how much people love these issues
moreover, people had a revenge to these government. I think that's why these the type of great support arised from different part of the country. The support came because this is one issue that is uniting everyone in this country. If you come at education, if you try to take away our right to study, if you try to take away our right to have accessible education, then you are trying to take away our right of livelihood. If you come at our livelihood, why will we stay silent? We will all come on the ground. That's why everybody has come on ground. And on 20 July, when we saw the brutality of Delhi police on protesting students with lathi charge, tear gas, pellet shots, electric shocks, with all these tactics where Delhi police was targeting the lives of students who were protesting for their right, that's when the whole country woke up and realized that this government is not pro-people, this government is not pro-student, it's anti-student, anti-people. That's why people have come together to survive this government, to survive in this sort of situation, and the solidarity of people has basically brought this victory to us. തീർച്ചയായും 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 152 തവണ വിവിധ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പാർലമെന്റിലാണ് നൽകിയത്. അതായത് രാജ്യത്തെ ഒരു പരീക്ഷയും സുരക്ഷിതമല്ല. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ ചോദ്യപേപ്പറുകൾ എത്താൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഈ ചോദ്യപേപ്പർ കൊടുത്ത് കാശ് വാങ്ങാൻ ഉള്ള ഒരു സംവിധാനമായി NDA അടക്കമുള്ള ഏജൻസികൾ മാറി എന്നുള്ളതാണ്. ഞെട്ടിക്കുന്ന ഒരു വിവരം, ഈ NDAയിൽ ഇതുവരെയും 2018 NDA രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു സ്ഥിരം ഉദ്യോഗസ്ഥൻ പോലും ഇത്രയും സുപ്രധാനമായ ഒരു സ്ഥാപനത്തിൽ ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര ഭീകരമായിട്ടാണ് ഇതിനെയൊക്കെ കുറേ താൽക്കാലിക ജീവനക്കാരും ഡെപ്യൂട്ടേഷനിലുള്ളവരും മാത്രം കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായി NDA മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ നീറ്റിൻ്റെ അടക്കം കോച്ചിങ് എന്ന് പറയുന്നത് ശതകോടികളുടെ ഒരു വലിയ സംവിധാനമായി മാറിയിരിക്കുന്നു. ഓരോ ഇത്തരം പരീക്ഷാ കേന്ദ്രങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്ന് നേടിയെടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നെറ്റ്വർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് UGC പരീക്ഷയെ സംബന്ധിച്ചാണെങ്കിലും ചോദ്യപേപ്പറുകൾ നിരന്തരമായി ചോരുകയാണ്. നീറ്റിൻ്റെ തന്നെ 3 തവണ ചോദ്യപേപ്പർ ചോർന്നു പോകുന്ന ഒരു കാഴ്ച. എങ്ങനെ വിശ്വസിച്ച് ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ പങ്കെടുക്കുമെന്ന വലിയ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ടത്. ഇപ്പം തന്നെ നീറ്റിൻ്റെ, ഞാനൊരു പേഴ്സണലി നീറ്റ് എഴുതി വന്ന ഒരാളാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം 23ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തെങ്കിലും അതിൽ ഓരോ വിദ്യാർത്ഥിയും ആണ് ഇപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഇത്രയും പേര് വലിയൊരു കൂട്ടം കൂടാൻ പറ്റിയത് തന്നെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു വലിയ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ആ 23 പേരുടെ മരണത്തിനൊരിക്കലും ആർക്കും ഒരു തരം പറയാനുണ്ടാവില്ല എന്നുള്ളത്. മരണത്തിന് അപ്പുറം മറ്റൊരു ഇതുകൂടിയുണ്ട്. ഇതിൻ്റെ ഒരു മെൻ്റൽ ട്രോമയിൽ ജീവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇനി ഒരിക്കൽ പോലും ഈ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവരെക്കുറിച്ചൊന്നും നമ്മൾ അധികം അറിയുന്നില്ല. അവരുടെ മാതാപിതാക്കൾ അടക്കം അനുഭവിക്കുന്ന മാനസികമായ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടികൾക്ക് ഇനിയൊരു പരീക്ഷയും എഴുതാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ പാർലമെൻറ്റിൽ ഉന്നയിക്കുമ്പോൾ അന്ന് പാർലമെൻറ്റിൽ ചോദിച്ചൊരു ചോദ്യം, അന്ന് പരീക്ഷാ പേപ്പർ ചോർന്നാൽ എന്താ പ്രശ്നം, ഞങ്ങൾ വീണ്ടും പരീക്ഷ നടത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ലാഘവത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇനിയൊരു നീറ്റ് എക്സാം എഴുതുക എന്നുള്ളത് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരാൾ ആണെങ്കിൽ പോലും എനിക്ക് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ഇല്ലാണ്ടായി പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികളുടെ ഒരു വിജയമായിട്ടാണ് ഇതിപ്പം ഞാൻ. തീർച്ചയായും SFI ആണ് ഈ സമരത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ വലിയ തോതിൽ മുന്നിട്ട് നിന്ന്. നിങ്ങളെല്ലാം SFIയുടെ പ്രവർത്തകരാണ്. തീർച്ചയായും ഇവരെല്ലാം ഈ സമരം ആരംഭിച്ചത് മുതൽ ഈ ജന്തർ മന്ദറിൽ പോയി ഈ കൊടും ചൂടത്ത് ഭക്ഷണം പോലും വെള്ളം പോലും ഇല്ലാതെ പിന്നീടാണ് ജനങ്ങൾ ഈ സമരത്തിന് വലിയ പിന്തുണയുമായി എത്തിയത്. ഭക്ഷണവും വെള്ളവും അടക്കം എത്തുന്ന ഒരവസ്ഥയുണ്ടായത്. അത്ര ബുദ്ധിമുട്ടി ഈ സമരത്തിന് പിന്തുണ നൽകിയ വിദ്യാർത്ഥികളാണ്. SFI തന്നെയാണ് ആദർശം സജി ഈ സമരം, സോനം വാങ്ചുക്കിൻ്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ പ്രതിഷേധ സമരം നടത്തുക. ഐഷ ഘോഷ് അവിടെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി. എങ്ങനെയാണ് ഈ സമരത്തിൻ്റെ ഒരു വിജയത്തെ നിങ്ങൾ
കാണുന്നത്? SFI വലിയ പിന്തുണ ഈ സമരത്തിന് നൽകിയിരുന്നല്ലോ. ഞാൻ SFIയുടെ മെഡിക്കോസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് കൺവീനറാണ്. നിലവിലെ ഹൗസ് സർജൻസി ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. സ്വാഭാവിക 4-5 വർഷം മുന്നേ നീറ്റ് എഴുതി MBBSന് ജോയിൻ ചെയ്ത ഒരാളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സമരത്തിന് വരണമെന്ന് തോന്നിയത് തീർച്ചയായിട്ടും ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള വിദ്യാർത്ഥികളുടെ ഭാവി എന്നത് തന്നെ അനിശ്ചിതത്തിലാവുന്നൊരു കാര്യമാണ്. അതിന് എത്രത്തോളം ലാഘവത്തോടു കൂടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് കാണുന്നത് എന്നത് ഒരു വിഷയം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേരുന്ന സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടമുന്നണിയുടെ CPI-ലും CPI-എമ്മിലും ASA SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളുമാണ് ആദ്യഘട്ടം മുതൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാന ഘട്ടങ്ങളിൽ മറ്റു പലരും വരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് പോകാൻ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഇന്നീ സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ആണെന്നുള്ളത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള സമര മുന്നേറ്റങ്ങൾ ഉണ്ടാവണമെന്നും ഇത് തീർച്ചയായും നമ്മൾ ഇപ്പോൾ എനിക്കൊരു 10-25 വയസ്സേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയൊരു സമരം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളിച്ചുള്ള സമരം നമ്മൾ ഈ രാജ്യത്ത് എമ്പാടും രീതിയിൽ ഇത്രയും കളക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. SFI ആണെങ്കിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും കേന്ദ്രീകരിച്ചിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് അതൊരു വിജയമാകും എന്നുള്ളത് ഈ പറഞ്ഞ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്നുള്ളവർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്ക് അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇനി വരുന്ന തലമുറ കൃത്യമായിട്ട് പ്രതിഷേധിക്കാനും പ്രതിരോധം ഉയർത്താനും അവർക്കൊരു പ്രചോദനമാവും എന്നുള്ളതാണ് ഈ സമര വിജയം ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മുന്നോട്ട് വെക്കുന്നതെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ബുൾഡോസറും ലാത്തിയും ഗ്രനേഡും പെല്ലറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ നിശബ്ദരാക്കാം എന്ന് കരുതുന്നവർക്കെല്ലാമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ സമരം. ആര്യ.